ഞാൻ ഇവിടെ 2013 മുതൽ 2016 വരെ, അതായത് 3 വർഷം +1 +2, അത് ഇവിടുത്തെ മോർണിംഗ് ബാച്ച് എന്നറിയപ്പെടുന്നൊരു ബാച്ച് ഉണ്ടായിരുന്നു അന്ന്. അതിലായിരുന്നു, രാജാസ് സ്കൂളിലായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പിന്നെ നേരെ പോയത് ബിറ്റ്സിലേക്കാണ്. ബിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ, ബിറ്റ്സിനെ പറ്റി തന്നെ അതാ പറയല്ലോ, ബിറ്റ്സ് പെലാനി, ഇറ്റ്സ് ദ മാജിക്. സോ ആ മാജിക് തന്നെ ആയിരുന്നു. ബിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളെ തുറന്നു വിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലാത്ത എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻറ്റ് ആണ് അതിൻ്റെ ലീഡ് ചെയ്യുന്നത്. അതിൻ്റെതെല്ലാമായിട്ടുള്ള ക്വാളിറ്റീസ് അവിടെ നിന്ന് ഇറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവും. അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും തരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവിടെ എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്യും, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കോമ്പിനേഷനായ എക്കണോമിക്സ് അതിൻ്റെ കൂടെ മാസ്റ്റേഴ്സും ചെയ്തൊരു ഡുവൽ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിന് എങ്ങനെ മനസ്സിലാക്കാം, കമ്പ്യൂട്ടറിനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് സ്വയം പഠിക്കാൻ കമ്പ്യൂട്ടറിനെ എങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ളതാണ് ഡാറ്റാ സയൻസ് ആയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും മെഷീൻ ലേണിംഗ് ആയാലും ഇങ്ങനെ പല പേരിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഈ ഫീൽഡ്. അത് കുറേ പേർക്ക് നിങ്ങളതിൽ ഒരുപാട് അതിൻ്റെ വലിയ നിലകളിൽ എത്തുന്ന ആൾക്കാരുണ്ടാവും. ഇനി ഏതായാലും ആ ഫീൽഡ് അതാണ്. ഇനി ചെറുതായിട്ട് വേണമെങ്കിൽ എഐനെ കുറിച്ച് ഒന്ന് പറയാം. എ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മലയാളം എന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധി. അതിപ്പോൾ നിങ്ങൾ ചിലരൊക്കെ അതിനെപ്പറ്റി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് IAS എക്സാം എഴുതി പാസ്സായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് US-ലെ മെഡിക്കൽ എക്സാം എഴുതി പാസ്സായി. അങ്ങനെ നമ്മൾ എന്തൊക്കെ എഴുതി പാസ്സായിരുന്നോ അതൊക്കെ എഴുതി പാസ്സാവുന്ന ഒരു സാധനമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഇന്ന് എല്ലാവരും ചിലർ പേടിക്കുകയും ചിലർ അതിനെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയും കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളുടെ ഇടയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അതായത് ഇപ്പം നമുക്ക് എന്താണ് ആവശ്യം? നമ്മളുടെ നീറ്റ് എക്സാം, അതുപോലെ തന്നെ IIT JEE എക്സാം, ഈ എക്സാംസൊക്കെ പാസ്സാവുന്ന ഒരു AI സിസ്റ്റം ഉണ്ടാക്കിയാൽ എന്തൊക്കെ വേണ്ടി വരും? നമ്മുടെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബിൽ ഒരുപാട് കുക്കിംഗ് ഷോസ് ഒക്കെ അല്ലേ, അതേമാതിരി ചെറുതായിട്ട് എങ്ങനെ അത് പറ്റും നോക്കാം. അതിന് വേണ്ട രണ്ട് സാധനമേ ഉള്ളൂ. ഒന്നാമത്തെ സാധനമാണ് ഡാറ്റ. അപ്പം എന്തൊക്കെയാണ് ഡാറ്റ അതിന് വേണ്ടി വരും? ആദ്യം വേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ഡാറ്റ ആയിട്ടാണ് ദിവസം ഡീൽ ചെയ്യുന്നത് ആ ഡാറ്റ ഒക്കെ തന്നെ. നമുക്ക് ആദ്യം വേണ്ടത് 10ാം ക്ലാസ് വരെയൊക്കെയുള്ള ഒരു ബേസിക് സയൻസ്, അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. ആ ഡാറ്റ നമുക്കതിന് വേണ്ട. രണ്ടാമത്തത് എന്ത് വേണ്ടി വരും? അത്യാവശ്യം എല്ലാ സബ്ജക്റ്റിലെയും തിയററ്റിക്കൽ നോളജ് വേണ്ടി വരും. ആ തിയററ്റിക്കൽ നോളജ് എല്ലാം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് എന്ത് വേണ്ടി വരും? അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം നമ്മൾ എക്സാം എഴുതാനാണല്ലോ പോകണത്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് നമുക്കതിനെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഈ ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഇങ്ങനെയായിരിക്കും, ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ വായിക്കാം, ഈ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞ് ഇത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നായിട്ട് കറക്റ്റ് ആൻസർ എത്തിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ട ഒരുപാട് നമുക്കുള്ള ക്വസ്റ്റ്യൻസ് വേണം. ആ ക്വസ്റ്റ്യൻസും അതിന് ഡാറ്റ ആയിട്ട് കൊടുക്കാം. ഇനി രണ്ടാമതായിട്ട് വേണ്ടേ, ആദ്യത്തെ പാർട്ട് ഡാറ്റ, അത് കൊടുത്തു. രണ്ടാമതായിട്ട് നമുക്ക് കൊടുക്കേണ്ട സാധനം, അതിന് പഠിക്കാനുള്ള മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കണം. അതിന് പല പേര് പറയും, ആൽഗോരിതം എന്ന് പറയും, മോഡൽ എന്ന് പറയും, പക്ഷെ നമുക്കതിനെ മെത്തേഡ് എന്ന് വിളിക്കാം. അങ്ങനെ ഈ മെത്തേഡ്സ് കൊടുക്കണം. ഈ മെത്തേഡ്സ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ്സ്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നിങ്ങളുടെ അടുത്തുണ്ടാകും ഒരുപാട് മെത്തേഡ്സ്. അങ്ങനെ നമുക്കതിനെ ABCDEFG എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ ആ മെത്തേഡ്സൊക്കെ വെക്കുന്നു. ഇനിയാണ് ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താ, നമ്മളുടെ ഇയർ എൻഡിൽ വരുന്ന സമയത്ത് നമുക്ക് നിങ്ങളുടെ കൂടെ എക്സാം എഴുതിയിട്ട് നീറ്റ് അല്ലെങ്കിൽ IIT എക്സാമിൽ പിന്നെ ഫുൾ മാർക്കോ അല്ലെങ്കിൽ കിട്ടാവുന്ന ഫസ്റ്റ് റാങ്കോ ഒക്കെ മേടിക്കാൻ പറ്റിയ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിനെ ഉണ്ടാക്കാൻ നമുക്കതിന് വേണ്ട സാധനങ്ങളൊക്കെയായി. ഞാൻ ഓവർ കുക്കിംഗ് ഷോൻ്റെ പോലെ ആവുന്നുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് മാറ്റി പറയാം. അപ്പോൾ അതിന് വേണ്ടത്, പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് അതിന് മെത്തേഡ്സാണ്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ്സൊക്കെ എടുത്ത് വെക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് അറിയാം, അതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് വെച്ചോളൂ, ഒന്നിപ്പോൾ നോട്ട് ചെയ്തോളൂ എങ്ങനെയൊക്കെ അത് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ആ മെത്തേഡ്സ് ഉണ്ട് എടുത്ത് വെച്ച്. അടുത്തതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതിന് പറയുന്ന പേര് ട്രെയിനിങ് എന്നാണ്. കാരണം ഈ ഉള്ള സാധനങ്ങളൊക്കെ കൂടിയൊക്കെ വെച്ചിട്ട് നമുക്കതിനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്യണം. ഈ ട്രെയിൻ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതിനെ മെത്തേഡ് എ എടുത്തിട്ട് എല്ലാ ഡാറ്റയും അതിന് കൊടുക്കും. ഈ ഡാറ്റ എല്ലാം കൂടി കൊടുത്തപ്പം അത് ഏകദേശം പഠിക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, പഠിച്ചല്ലോ, ഇനി അതിനോട് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയും. ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞു, സ്കോർ 0. രണ്ടാമത്തെ ടെസ്റ്റ് വേറൊരു മെത്തേഡ് വെച്ച് നോക്കും, അപ്പം സ്കോർ ചിലപ്പോൾ 10 കിട്ടും. മൂന്നാമത്തത് മറ്റൊരു മെത്തേഡ് വെച്ച് നോക്കും, അപ്പോൾ സ്കോർ ഇപ്പോൾ ചിലപ്പോൾ 20 കിട്ടും.
4ാമത്തെ വെച്ച് നോക്കും, അപ്പോൾ വീണ്ടും സ്കോർ 0-ലെത്തും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ ഒരു കുറേ മെത്തേഡ്സ് നോക്കും, ഇതിൻ്റെയൊക്കെ ഒരു സ്കോർ കിട്ടും. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇന്ന മെത്തേഡ്സ് ഒക്കെ അവർ നോക്കി, എന്നിട്ട് ഇതൊക്കെയാണ് സ്കോർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നും ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ആവണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് ഒരു എയും ആദ്യത്തെ മെത്തേഡും രണ്ടാമത്തെ മെത്തേഡും കൂടി ചേർത്തിട്ടൊന്ന് നോക്കിയാലോ എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ മെത്തേഡ് എയും മെത്തേഡ് സിയും കൂടി ചേർത്തിട്ടൊന്ന് നോക്കി, ചിലപ്പോൾ അപ്പം 30 കിട്ടും മാർക്ക്. അങ്ങനെ നമ്മൾ ഓരോന്ന് ചേർത്തും മറിച്ചും രീതിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ സ്കോർ ചെയ്ത് നോക്കും. അവസാനം പിന്നെ നമ്മളുടേതായിട്ടുള്ള കുറേ മെത്തേഡ്സ് നമ്മൾ അതിലും ചേർത്ത് നോക്കും. ഈ മെത്തേഡൊക്കെ ചേർത്തിട്ട് പിന്നെന്ത് ചെയ്യും, ഒന്നും കൂടി അതിനെ പഠിപ്പിച്ച് വയ്ക്കും. അങ്ങനെ ഫൈനലി ചിലപ്പോൾ നമുക്കൊരു 80% 90% സ്കോറിലെത്തും. ആ സ്കോറിലെത്തിയ സ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്ന നിങ്ങൾ നോക്കുന്ന MBBS എക്സാം പാസ്സാവുന്ന അല്ലെങ്കിൽ IAS എക്സാം പാസ്സാവുന്ന പാസ്സാവുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് ട്രയൽ ആൻഡ് എറർ കൂടി നോക്കി ഈ പറയുന്ന ഡാറ്റ അവരുടെ അടുത്തുണ്ട്. ഈ ഡാറ്റയുടെ പല മെത്തേഡ്സും നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് ഓരോന്നും ഇത്രയും നല്ല രീതിയിൽ നോക്കുന്നത്. ഇനിയിപ്പോൾ ഇതെന്താണെന്ന് വലിയ ഐഡിയ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സിമ്പിളായിട്ട് ഇപ്പം ChatGPT എന്ന് പറയുന്ന ബാർഡെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ നോക്കിയാൽ മതി. നിങ്ങളുടെ ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഇട്ട് നോക്കിയും അതിന് ഉത്തരം തരുന്നത്. പക്ഷേ ഇതിന് എത്രത്തോളം ടെസ്റ്റും ഇത്രത്തോളം ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് ഈ സാധനങ്ങൾ ഇറങ്ങുന്നതെന്നുള്ളതാണ് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ യൂണിവേഴ്സലിന് എന്ത് തരാൻ പറ്റും, യൂണിവേഴ്സലിന് ഫസ്റ്റത്തെ സാധനം തരാൻ പറ്റും, ഡേറ്റ. ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ത് തരും, നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റ തരും, നിങ്ങൾ പല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ നോക്കും. ആ രീതിയിലുള്ളൊക്കെ ടീച്ചേഴ്സിന് തരാം. പക്ഷേ ഈ രണ്ടാമത്തെ ട്രയൽ ആൻഡ് എറർ വഴി ഒരുപാട് ടെസ്റ്റ് ചെയ്യുകയും ഒരുപാട് പല രീതിയിൽ പഠിച്ച് ആ ഫൈനൽ രീതിക്ക് എത്താൻ പറ്റുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് നിങ്ങളുടെ സക്സസ്. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്ന് സമയം വേണ്ടി വരും. കാരണം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നോക്കുമ്പോഴോ രണ്ടാമത്തെ പ്രാവശ്യം നോക്കുമ്പോഴോ ഒന്നും നമ്മൾ വിചാരിച്ച സ്കോർ എത്തണമെന്നില്ല. പലർക്കും പല രീതിയിലായിരിക്കും. ആദ്യത്തെ ഒരാൾ ചിലപ്പോൾ മോഡൽ A ആയിരിക്കും നോക്കുന്നത്, ചിലപ്പോൾ 0 നിൽക്കുന്നതാവും. രണ്ടാമത്തെ ആൾ ചിലപ്പോൾ ചെയ്യുന്ന മെത്തേഡ് വേറെ ആയിരിക്കും, അയാൾക്ക് ചിലപ്പോൾ നല്ല സ്കോർ കിട്ടും. അവരുടെ രീതികൾ വേറെ ആയിരിക്കും, അവരുടെ മെത്തേഡ്സ് വേറെ ആയിരിക്കും. ഇതെല്ലാം വെച്ചിട്ട് പലർക്കും പല സ്കോർ കിട്ടും. പക്ഷെ ഫൈനലി നമ്മൾ ഓരോന്നും ട്രയൽ ചെയ്തു, നമ്മൾ അതിൽ എറർ കണ്ടെത്തി, അടുത്ത് ട്രയൽ ചെയ്തു. പിന്നെ അവസാനം നമ്മളിത് ഒരുപാട് എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു മെത്തേഡ് വരും. ആ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഫൈനലി നമ്മളും ആ സ്റ്റേജിലെത്തും. അവിടെ വെച്ചിട്ട് നമ്മളും നല്ലൊരു സക്സസ്ഫുൾ രീതിയിൽ എത്താൻ പറ്റും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ അദ്ദേഹം ഒരു അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ പോയി അവിടെ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളാണ്, I am so proud of each and every one of you. We are here today because every single one of you stood tall and said, yes, we can succeed. You would not be decided by where you come from, but where you want to go, by what you want to achieve, and by the dreams you hope to fulfill. ഇത് ഇന്ന് വായിക്കാൻ മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും കാട്ടി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിലാണെന്ന് 100% ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാനിതോടെ വായിച്ചത്. കാരണം ഇവിടെ എല്ലാവരും ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന സ്റ്റുഡൻസ് അല്ല. കാരണം വളരെ പല രീതിയിൽ നിന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാരണം ഒരു പ്രീവിയസ് ജനറേഷൻ എടുത്ത് നോക്കിയാൽ എല്ലാവരുടെയും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും പാരൻസ് ആയിട്ടുള്ളവരല്ലല്ലോ. നമ്മളിവിടെ എല്ലാവരും ഒരു യുദ്ധത്തിനിറങ്ങി തിരിച്ച പോലല്ലേ. കാരണം ഇത് ഞാനായിട്ട് എണീറ്റ് നിന്ന് ഞാൻ പറഞ്ഞതാണ്, ഞാനത് നേടും, അത് നേടാൻ വേണ്ടി ഇവിടെ വന്നതാണ്. എന്നെ നാളെ ഞാൻ എന്ത് അച്ചീവ് ചെയ്യുന്നുള്ളതിൽ മറ്റെല്ലാവരും കാണും. അല്ലാതെ ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എന്താണെന്നോ ഒന്നിൻ്റെയും ബേസിലല്ല. ഞാൻ എൻ്റെ സ്വയമായിട്ടുള്ളൊരു അഡ്രസ്സായിട്ട് തന്നെ കാണും. ഇതിവിടെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നാളെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളായിട്ട് തിരിച്ചറിയപ്പെടുന്ന അധിക കാലമൊന്നും വേണ്ട. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേനും നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി അവിടുന്ന് പഠിച്ച് അവിടുന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേനെ തന്നെ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് വന്നു തുടങ്ങും. ആ സമയത്ത് തന്നെ നിങ്ങൾ തിരിച്ചറിയും, ഓക്കെ ഞാൻ വർക്ക് ചെയ്തു, ഞാൻ ഒരുപാട് പഠിച്ചു, ആ പഠിച്ചതിൻ്റെ പേരിൽ എനിക്കിന്ന് സ്വയം ഒരു അഡ്രസ്സായിട്ടുണ്ട്. ആ അഡ്രസ്സിൻ്റെ പുറത്ത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ സ്റ്റേജിൽ വന്ന് ഇവിടെ നിന്നും സംസാരിക്കും. താങ്ക് യു.